ഹലോ വെൽക്കം. ഞാനിപ്പോൾ കാണിക്കുന്നത് കിൻഡർ ജോയുടെ വേറൊരു ഐറ്റമാണ്. ഇത് നമ്മൾ കണ്ട കൊതി കൊണ്ടങ്ങ് മേടിച്ചാണ്. 3 മേടിച്ചിട്ടുണ്ട്. 3 150 രൂപയായിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഓപ്പൺ എഴുതിയിട്ടുള്ള ഭാഗത്ത് നമ്മൾ മേപ്പോട്ടാക്കിയിട്ട് മറ്റേ കൈ കൊണ്ട് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് തുറന്ന് കിട്ടും കേട്ടോ. അപ്പോൾ മേളിൽ ടോയ്സും താഴെ നമ്മൾ തിന്നുന്ന സാധനമാണ് ഉള്ളത്. അപ്പോൾ 3 പേരുടെ അങ്ങനെ ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോയ്സ് ആദ്യം നോക്കാമെന്ന് വിചാരിച്ച് ടോയ്സ് നമ്മൾ പൊട്ടിച്ച് നോക്കുന്നുണ്ട്. ആദ്യം തന്നെ എൻ്റെ ഇതാണ് നോക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ നല്ല രസമുള്ളൊരു ഇതാണ് എനിക്ക് വന്നത്. അതിനകത്ത് തന്നെ ആ ഒരു സ്പൂണ് അതിനകത്ത് ആ കവറിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഈ ടോയ് എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊരു ഈ പേപ്പറിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ആ ടോയിൽ വെക്കേണ്ട സ്റ്റിക്കേഴ്സൊക്കെയാണ് ഞാനിപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റിക്കേഴ്സ് ഇത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് കണ്ണ് തള്ളിപ്പോയി. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ആ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കേണ്ട ഒരു ഭാഗമാണ് ഞാനിപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വേറെ ആളുടെ ഫോട്ടോയല്ല, നമ്മൾ എപ്പോഴും കാണുന്ന നമ്മുടെ ഭീമിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്. രണ്ടാമത്തത് നമുക്ക് നോക്കാം. രണ്ടാമത്തത് ഞാൻ കാണിക്കുന്നില്ല, കാരണം എൻ്റേത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തത് നമുക്ക് എടുക്കാം. ഇത് ഗൗരിയുടെ വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഗൗരിയുടെ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. നമ്മളങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട്. തുറന്ന് നോക്കിയപ്പം ഞാൻ അതിശയപ്പെട്ടു പോയി. കാരണം അവൾക്ക് നല്ലൊരു ടോയാണ് കിട്ടിയത്. എനിക്കന്ന് കുറച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവൾക്ക് നല്ലൊരു ടോയാണ് കിട്ടിയത്. അപ്പോൾ നമ്മളത് നോക്കി അതിനകത്ത് തന്നെ സ്പൂണും സ്റ്റിക്കറും അതിനകത്ത് ഒട്ടിക്കേണ്ട സ്റ്റിക്കറും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മീമിൻ്റെയും ജഗ്ഗുയുടെ ഫോട്ടോ ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മളങ്ങനെ തിന്നാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പൊട്ടിക്കേണ്ടത് ഇങ്ങനെയാണ്. കിൻഡർ ജോയ് പൊട്ടിക്കുന്ന പോലെ തന്നെയാണ് പൊട്ടിക്കേണ്ടത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു, കാരണം അതിൻ്റെ മുകളിൽ ഓരോ ഇതൊക്കെ ഇട്ട് വെച്ചേക്കുന്ന വെറൈറ്റിയാണ്. പിന്നെ നമ്മളൊരു ജെല്ലിയുടെ ഒരു മുട്ടായി കൂടെ മേടിച്ചു. ഈ ജെല്ലിയുടെ മുട്ടായി ഈ ഒരു ചോക്ലേറ്റിനകത്തോട്ട് ഇട്ട് കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തിന്നുന്നത്. വെറുതെ ഓരോന്നായിട്ട് തിന്നുന്നതെന്ന് വിചാരിച്ചു. നമ്മൾ അതിനകത്തോട്ട് ഇട്ട് തിന്നാമെന്ന് വിചാരിച്ചു. മൊത്തം രണ്ടെണ്ണം വെച്ചാണ് മേടിച്ചത്. ഒരെണ്ണം എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കൊടുത്തു. അങ്ങനെ തീർത്തു. അങ്ങനെ ഒരെണ്ണേ ഉള്ളൂ. ആകെ ഗൗരിയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ 2 ഉള്ളത്. അപ്പോൾ എല്ലാവരുടെ അടുത്തും അങ്ങനെ വെച്ചു. ഗൗരിയുടെ അടുത്ത് ലാസ്റ്റ് രണ്ടാമത്തത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമേ വിച്ചുവാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അവളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അവൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ജെല്ലിയും നോക്കുന്നുണ്ട്, അതും ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്ത നമ്മുടെ ഗൗരിയുടെ ഊഴമാണ്. അപ്പോൾ ഗൗരിയാണ് അടുത്തത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഗൗരിക്ക് അത് ഇഷ്ടപ്പെട്ടു. ജെല്ലിയും ഗൗരി നോക്കുന്നുണ്ട്. എത്ര വെച്ചിട്ടും വരുന്നില്ല കേട്ടോ. അത് അവസാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനാണ് അവസാനം, എൻ്റെ ഊഴമാണ്. അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്തായാലും ഇഷ്ടപ്പെടുമെന്നറിയാമല്ലോ, കാരണം മുട്ടായികളൊക്കെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുന്നത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ അടുത്തത് ജെല്ലിയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. മൊത്തം കൂടെ കുത്തി കുറച്ച് തിന്നുന്നുണ്ട്, ബാക്കി വേണ്ടേ. അപ്പോൾ നമ്മളങ്ങനെ തിന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട് നമ്മൾ ഫുൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്തത് നമ്മുടെ ടോയ്സൊക്കെ ഒന്ന് റെഡിയാക്കാം. ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ടോയ്സൊക്കെ അവിടെ മാറ്റി വെച്ചത്. അത് കണ്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് അത്യാവശ്യമാണ്. പിന്നെ സ്റ്റിക്കറൊക്കെ അതിനകത്ത് ഒട്ടിക്കുന്നത്. ഇത് ഈസിയാണ് കേട്ടോ, ഇത് സിമ്പിളാണ്. നമുക്കവിടെ കാണിച്ചു തരുന്നുണ്ട്. എല്ലാ ടോയും ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ആ ഒരു സമയം പോയി കിട്ടും. സമയം പോകുന്നത് അറിയത്തേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. ഇത് ഇളക്കുമ്പോൾ ഒരു പാടുണ്ട്. അത് ഇളക്കാൻ നേരത്ത് ഇത് മൊത്തമായിട്ട് വരും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമുക്ക് ഇളക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഭീമിൻ്റെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഭീമിൻ്റെ ഒട്ടിച്ചു കൊടുത്തപ്പോഴേ ഞാൻ വീഡിയോ ഓഫാക്കാൻ പറഞ്ഞു. പിന്നെ ജഗ്ഗുവിൻ്റെ പതുക്കെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ലാസ്റ്റിൽ ജഗ്ഗുവിൻ്റെയും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഫുൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഭീമെന്ന് എഴുതിയേക്കുന്ന ചോട്ടാ ഭീമെന്ന് എഴുതിയേക്കുന്ന ഒരു സ്റ്റിക്കറാണ്. പിന്നെ ലാസ്റ്റ് ഒട്ടിച്ചു കൊടുത്തത് 2 ഭാഗത്തും. അപ്പം അടുത്തത് ഇനി എൻ്റെയാണ്. അത് നമുക്കറിയാം, സ്റ്റിക്കേഴ്സ് എടുത്തു. അതിനകത്ത് കാണിച്ചേക്കുന്ന പോലെ തന്നെ ചെയ്യുക. അത് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എവിടെയൊക്കെ വെക്കണ്ടതെന്നൊന്ന് നോക്കിയാൽ മാത്രം മതി.
അപ്പോൾ നമ്മളങ്ങനെ ഗദയാണ്, നമ്മുടെ ഭീമിൻ്റെ ഗദയാണ് ഞാൻ ആദ്യം എടുത്തേക്കുന്നത്. അത് സൂക്ഷിച്ച് വേണം വെക്കാനായിട്ട്. ആ ഒരു നിഴലിന് ഒരു കറുത്ത ഭാഗം കാണുന്നത് അവിടെ ആയിട്ടാണ് ഇത് വെക്കേണ്ടത്. അവസാനം ഭീമിൻ്റെ ഗദ അവിടെ എത്തിയിട്ടുണ്ട്, നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. അടുത്തതായിട്ട് നമ്മുടെ കപാലിയുടെയോ പേരൊക്കെ മറന്നുപോയി, അതിൻ്റെ ചുറ്റികയാണ് നമ്മൾ കൊടുക്കുന്നത്. ചുറ്റികയുടെ ഒരു ഷേപ്പ്, അതിൻ്റെ പേര് വേറെ വല്ലതാണോന്ന് എനിക്കറിയത്തില്ല, അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു കിളിയാണ്, കൊച്ചു കിളി. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾക്ക് ഏത് സ്റ്റിക്കർ അതിനകത്ത് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കരുത്. നമ്മൾ കിളിയുടെ അങ്ങനെ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കിളി ഒരു വെള്ളം നിന്നൊരു പിക്ചറാണത്. അപ്പോൾ നമ്മളങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ മാനിനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മാനിങ്ങനെ മാറി കിടക്കുന്നതായിട്ടാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ മാനിനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പട്ടത്തിൻ്റെ കളറാണ്, എവിടെ വേണമെങ്കിലും പട്ടം ഒട്ടിക്കാവുന്നതാണ്. നമ്മൾ പിന്നെ എനിക്കിഷ്ടമുള്ളിടത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 പട്ടം അങ്ങനെ ഉണ്ടായിരുന്നു, ഒന്ന് റെഡും ഒന്ന് യെല്ലോ കളറിലായിരുന്നു. 2 ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു എൻജോയ്മെൻ്റ് അല്ലേ. പിന്നെ നമ്മുടെ ഭീമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലഡു ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ലഡു കാണുമ്പോൾ നമുക്ക് തിന്നാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ലാസ്റ്റിലത്തെ ലുക്ക് ഇങ്ങനെയാണ്. പിന്നെ വിച്ചുവിന് ഇത് തന്നെ ആയതുകൊണ്ട് വിച്ചുവിനെ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ലാസ്റ്റിലത്തെ ഇത് അവസാനം ഗൗരിക്ക് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റേതാണ്, ഫുള്ള് ആയിട്ട് നിങ്ങളൊന്ന് കണ്ടോക്കെ, കണ്ടോ, ഇതാണ് പുറം പേജ്. അപ്പോൾ എൻ്റെയാണിത്. ഇത് വിച്ചുവിന് ഞാൻ കൊടുക്കുന്നുണ്ട്. അവളുടെ മോന്തയൊന്ന് വലിച്ചേട്ടാ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. അപ്പോൾ ബായ്, നാളെ കാണാം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അറിയാം.